ഖബറിടം സന്ദർശിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞതാണ്. ഏതൊരു വിഷയം കേൾക്കുമ്പോഴും അതിൻ്റെ ശരിയായ വശം കേൾക്കുകയും തെറ്റായി നടന്നുകൊണ്ടിരിക്കുന്നതിനെ തിരുത്തുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിഹിന്റെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുവഹ്ഹിദിന്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സന്ദർശനം വിലക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് തങ്ങൾ പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കണം. എന്തിനാണ് ഖബർ സന്ദർശിക്കാൻ പറയുന്നത്? രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച്. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. അപ്പൊ ഒരു ഖബറിടം സന്ദർശിക്കുന്ന മുസ്ലിമിന് കിട്ടുന്ന ലാഭം, ഞാനിങ്ങനെ അഹങ്കാരിയും ധിക്കാരിയും അള്ളാഹുവിനെ മറന്നുകൊണ്ടുമൊക്കെയുള്ള ജീവിതം നയിക്കേണ്ടവനല്ല. ഞാനും ഈ 6 അടി മണ്ണിലേക്ക് വരേണ്ടവനാണ്. ഞാനും ഈ മണ്ണിൽ കിടക്കേണ്ടവനാണ്, ഇതിലേക്ക് ലയിച്ചു ചേരേണ്ടവനാണ് എന്ന ബോധം അവന്റെ മനസ്സിൽ ഉണ്ടാവുക എന്നതാണ് ഖബർ സന്ദർശനത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖബറാളികളോട് സലാം പറയാനാണ് ദീന് പഠിപ്പിച്ചത്. ആ സലാം ഖബറാളികൾക്ക് എത്തിക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന റബ്ബ് നമുക്ക് നൽകിയ വാക്കുകളിൽ ഒന്നാണ്. അതെങ്ങനെ എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹ് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്നു. അതിന്റെ ആ പരമ്പരയോട് കൂടി നമുക്ക് കിട്ടി. എന്നാൽ സമിഅന, നമ്മൾ കേട്ടു, വഅതഅന, നമ്മൾ അനുസരിച്ചു. അതാ മുസ്ലിം. കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിക്കലല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് താബീങ്ങൾ കേട്ട് കൈമാറി വന്നതാണ്. സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. നമ്മൾ കേട്ടു, നമ്മൾ അനുസരിച്ചു. അതാര് മുസ്ലിം. അവിടെ പിന്നെ വേറെ കുതർക്കങ്ങൾക്ക് സ്ഥാനമില്ല. അപ്പൊ ഖബറിടം സന്ദർശിക്കുന്നത് എന്തിനാണ്? 2 കാര്യം ഹദീസിൽ നിന്ന് ഞാൻ കേൾപ്പിക്കാം. ഒന്ന്, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. രണ്ടാമത്തേത് പ്രവാചകൻ പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോക ബോധം ഉണ്ടാക്കി തരും. അപ്പൊ പുരുഷന്മാർ പ്രത്യേകിച്ച് ഖബറിടങ്ങൾ ഇടക്കിടക്ക് പോയി സന്ദർശിക്കണം. വാപ്പയുടെ, ഉമ്മയുടെ, ജേട്ടന്റെ, കുടുംബത്തിൽപ്പെട്ടവരുടെ, മുഅ്മിനുകളുടെ, നാട്ടുകാരുടെ, അയൽവാസികളുടെ ഖബറിടം നമ്മുടെ പരിസരത്തുണ്ട്. ആ ഖബറിടങ്ങളിലേക്ക് ഇടക്കിടക്ക് ചെല്ലണം. അപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്, ആകെ വീട്ടിൽ 3 പേരാണുള്ളത്. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 4 ബെഡ്റൂം ഉണ്ട്, മുകളിൽ 3 ബെഡ്റൂം ഉണ്ട്. വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു രാജകീയമായ സൗകര്യത്തോടു കൂടിയുള്ള കൊട്ടാരം പോലെയുള്ള വീടുണ്ട്. ചെറിയ വീടുള്ളവരും വലിയ വീടുള്ളവരൊക്കെ ഉണ്ട്. എത്ര ചെറിയ വീടാണെങ്കിലും ഖബറിടം കാണുമ്പോ എല്ലാം വിട്ട് ഈ മണ്ണിൽ, ഈ ഞെരുക്കമുള്ള സ്ഥലത്ത്, ഈ കുടുസതയുള്ള സ്ഥലത്ത് ഒന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ എന്ന ബോധം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സന്നിവേശിപ്പിക്കും. അതിനാണ് ഖബർ സിയാറത്ത്. അതിനാണോ നമ്മുടെ നാട്ടിൽ ഖബർ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ 2 വശങ്ങളെയും മുസ്ലിങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. അപ്പൊ ഖബർ സിയാറത്ത് എന്തിന് എന്ന് ഹദീസിൽ ഞാൻ കേൾപ്പിച്ചു. നമ്മുടെ വാപ്പാന്റെ ഖബറിനടുത്താണ് നമ്മൾ പോയത്.
ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളി അള്ളാഹുവിനോട്, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോളൂ റബ്ബിനോട്. ഖബറിന്റെ അടുത്ത് വെച്ചും ഖബറിന്റെ ദൂരെ നിന്നും സ്റ്റേജിൽ നിന്നും ഒക്കെ പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന റോഡിൽ നിൽക്കുന്നവർ, ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരുടെ, ജേഷ്ഠാനിയന്മാരുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ, മക്കളുടെ, വിശ്വാസികളുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊരു ദുആണ്. അതിന് കബറിടം വരെ പോവണമെന്നുണ്ടോ? പോവാം, പോവാതെയും പ്രാർത്ഥിക്കാം. കാറിലിരുന്നും ഫ്ലൈറ്റിലിരുന്നും ട്രെയിനിലിരുന്നും ബസ്സിലിരുന്നും ജോലി സ്ഥലത്തിരുന്നും ഒക്കെ നമ്മുടെ ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, മുഅ്മിനുകൾക്ക് വേണ്ടി, മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യാം. പിന്നെ ഖബർ വരെ പോകുന്നത് എന്തിന്? അതിനുത്തരമാണ് മുത്തുനബി പറഞ്ഞത്. അത് രണ്ട് ബോധം, ഒന്ന് മരണബോധം, ഒന്ന് പരലോകബോധം. ഈ വീട് വിട്ട് ഈ ഒരു ഇടുക്കമുള്ള കുടിസതയുള്ള ഈ മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണ് ഞാൻ. അപ്പൊ പിന്നെ പൊങ്ങച്ചത്തിന് അവകാശമുണ്ടോ എനിക്ക്? അഹന്തക്കും അഹങ്കാരത്തിനും അവകാശമുണ്ടോ എനിക്ക്? ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിയാറത്ത് ഖേദകരമെന്ന് പറയട്ടെ, ഇതിനു വേണ്ടിയല്ല. പള്ളികൾ ഉണ്ടാക്കിയത് എന്തിനാ? ഖുർആൻ പറഞ്ഞത് എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ്. എല്ലാ പള്ളികളും അല്ലാഹുവിനുള്ളതാണ്. എന്നിട്ട് എന്താ ഖുർആൻ ആ ആയത്തിന്റെ തുടർച്ചയിൽ പറഞ്ഞത്? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും ആ പള്ളിയിൽ, അല്ലാഹുവിന്റെ വീട്ടിൽ, അല്ലാഹുവിന്റെ ഭവനത്തിൽ റബ്ബിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു തേടരുത്, പ്രാർത്ഥിക്കരുത്. ദിന പള്ളി, എല്ലാ പള്ളിയും, സമസ്തന്റെ പള്ളിയും, മുജാഹിദിന്റെ പള്ളിയും, തബ്ലീഗിന്റെ പള്ളിയും, ജമാഅത്തിന്റെ പള്ളിയും, സർവ്വ പള്ളികളും എന്തിനു വേണ്ടിയുള്ളതാണ്? വഅന്നൽ മസാജിദ ലില്ലാഹ്. റബ്ബിന്റെ വീടാണത്, റബ്ബിന്റെ പള്ളികളാണ്, അല്ലാഹുവിന്റെ വീടാണ്. അവിടെ വെച്ച് ഒരാളെയും റബ്ബിന്റെ കൂടെ നിങ്ങൾ ചേർത്തി വിളിക്കല്ലേ. പുറത്തു പറ്റുന്നാണോ? ആണോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ മുസ്ലിങ്ങളെ? പള്ളി എന്ന് പാടില്ല, പുറത്തുനിന്ന് പറ്റുമെന്നാണോ? ഇതൊരു പബ്ലിക് സ്ഥലമാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വെച്ച് ഒരാൾക്ക് കൃഷ്ണനോട് പ്രാർത്ഥിക്കാം, രാമനോട് പ്രാർത്ഥിക്കാം, യേശുവിനോട് പ്രാർത്ഥിക്കാം. വൃക്ഷങ്ങളോട് ആരാധന നടത്തുന്നവരുണ്ട്, ചെടികളോട്, മൃഗങ്ങളോടൊക്കെ നടത്തുന്നവരുണ്ട്. അതൊരു ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ. അതിനെ തടുക്കാനോ എതിർക്കാനോ ഒന്നും നമുക്ക് അവകാശമില്ല. പക്ഷെ പള്ളി അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത് അവന് സുജൂദ് ചെയ്യാൻ, അവന് സാഷ്ടാംഗം ചെയ്യാൻ, അവന്റെ മുമ്പിൽ പ്രകീർത്തനങ്ങൾ അർപ്പിക്കാൻ, അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാൻ, അതിനുവേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുണ്ടാക്കുന്ന ഭവനമാണ്. അതിനുള്ളിൽ അല്ലാഹുവല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥന നടന്നാൽ പിന്നെ അത് പള്ളിയാകുമോ? ശരിക്കും ആലോചിക്കണം. എന്നെ കേൾക്കുന്ന ഓരോ മുസ്ലിങ്ങളും ആലോചിക്കണം. പള്ളി റബ്ബിന്റെ വീടാണ്. അവിടെ വെച്ച് നിങ്ങൾ റബ്ബിനോടല്ലാതെ ഒരാളോട് നിങ്ങൾ പ്രാർത്ഥന നടത്താനോ റബ്ബിന്റെ കൂടെ ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കാനോ പാടില്ല. അതിനുവേണ്ടിയാണ് റബ്ബിന്റെ വീട്. അതിനുവേണ്ടിയ പാവപ്പെട്ട സ്ത്രീകൾ സ്വർണം കൊടുത്തത്, അതിനുവേണ്ടിയാണ് ആളുകൾ പണം കൊടുത്തത്, അതിനുവേണ്ടിയാ ഭൂമി കൊടുത്തത്, ഭൂമി വാങ്ങാൻ പൈസ കൊടുത്തത്, സഹായിച്ചത്. റബ്ബിന്റെ വീട്, ലോകത്തിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന ഭൂമധ്യരേഖയിൽ നിലകൊള്ളുന്ന കഅബാലയം, അതിനു ചുറ്റും നിലകൊള്ളുന്ന പള്ളി, റബ്ബിനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനം. അവിടെ വെച്ച് റബ്ബല്ലാത്ത ഒരാളോട് ദുആ ചെയ്താൽ പിന്നെ ആ ഭവനം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവൻ തെറ്റിപ്പോയി, പോയില്ലേ? അപ്പൊ ഖുർആൻ പറഞ്ഞു വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഒരാളെ അപ്പൊ പുറത്തുനിന്ന് പറ്റുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പള്ളിയിൽ വെച്ച് ഏതായാലും നടക്കാൻ പാടില്ല. ലോകത്തിന്റെ പല ഭാഗത്ത് നടന്നേക്കാം, നമുക്ക് പറയാനും പറയാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ടാവാം. പക്ഷെ പള്ളി അള്ളാഹുവിന്റെ വീടാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? സിയാറത്തിന്റെ ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്ന മുസ്ലിം ഉമ്മത്തുണ്ട്. പള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് പള്ളി എന്നത് അത് നമ്മൾ കെട്ടിപ്പടുക്കുന്ന റബ്ബിന്റെ വീടാണ്. അതിന് നടത്തിപ്പുകാരായിരിക്കുന്ന ആളുകളും അതിലെ പണ്ഡിതന്മാരായ ആളുകളും നേതൃത്വം നൽകുന്ന ആളുകളും ഒക്കെയാണ് തിരുത്തുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത്. പള്ളി എന്നത് അതൊരു ഭവനമാണ്. അതിനൊന്നും ചെയ്യാൻ കഴിയില്ല.
ആ പള്ളിക്കുള്ളിൽ തന്നെ ആ നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചപ്പോ പള്ളിയോട് ചേർന്ന്, പള്ളിയുടെ ഉള്ളിലായി അതല്ലെങ്കിൽ പള്ളിയോട് ചേർന്ന് ആ ഖബർ മനോഹരമാക്കി കെട്ടിപ്പടുത്ത് ഒരു മഖ്ബറയാക്കി, ജാറമാക്കി മാറ്റി. ആ ജാറത്തിന്റെ മുന്നിൽ സ്ത്രീകളും പുരുഷന്മാരും പ്രായമുള്ളവരും വന്നു നിന്ന് അവിടെ വിരിച്ച പച്ചപ്പുതപ്പിൽ കൈവച്ച്, അതല്ലെങ്കിൽ അതിന്റെ ചുറ്റും കെട്ടിയിട്ടിരിക്കുന്ന സ്റ്റീൽ കമ്പികളിലോ മെറ്റീരിയലുകളിലോ പിടിച്ചുകൊണ്ട് അവിടേക്ക് തിരിഞ്ഞ് ആ ഖബറാളിയോട് സങ്കടം പറഞ്ഞ് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒലിച്ചിറങ്ങുമ്പോ, ഹൃദയം വിതുമ്പുമ്പോ, ചുണ്ടുകൾ വിതുമ്പുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പറയേണ്ടത് ആരോടാ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്. അവനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. അവന് നമ്മെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ശിഹാബ് എന്ന വ്യക്തിയെ റബ്ബിനൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കണോ? വേണ്ട. അവന്റെ സൃഷ്ടിയാണ് ഞാൻ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനപ്പുറം എടക്കരയിൽ ഫാത്തിമയുടെയും മുഹമ്മദിന്റെയും 6 മക്കളിൽ 3ാമത്തെ മകനായി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാൻ എനിക്ക് ജന്മം നൽകിയത്. പിന്നെ എന്നെ പടച്ചവന്റെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു അടിമ എന്നെ പറ്റി ചോദിച്ച നബിയെ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി. തറ ക്ലിയറാ. ഒരു അടിമ എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്ത്? പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ ഏറ്റവും സമീപത്തുണ്ട്, അടുത്തവനായിട്ടുണ്ട്. അതാ ഖുർആൻ പറഞ്ഞു. ഏറ്റവും അടുത്ത്, നിങ്ങളുടെ ജീവനാടിയേക്കാൾ, കണ്ഠനാടിയേക്കാൾ അടുത്തവൻ. പിന്നെ എന്റെ ഇടയിൽ ഒരാൾ വെക്കുമ്പോ അകലുകയാണോ അടുക്കുകയാണോ? ഞാനും റബ്ബും തമ്മിൽ, നമ്മളും റബ്ബും തമ്മിൽ ജീവനാടിയേക്കാൾ അടുത്ത് നിൽക്കുമ്പോ ഇടയിൽ ഒരാൾ വെക്കുമ്പോ അകലുകയാണോ അടുക്കുകയാണോ? അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് കണ്ണു നനഞ്ഞ് പാതിരാത്രികളിൽ, പ്രിയപ്പെട്ടവരെ, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ നമ്മൾ എഴുന്നേറ്റ് ഉളുവെടുത്ത്, കുളിക്കണമെങ്കിൽ കുളിച്ചു വൃത്തിയായി ഉളുവെടുത്ത് റബ്ബിന്റെ മുമ്പിൽ നമസ്കാരം നിർവഹിച്ച് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മുടെ ദുആ ഉയരുമ്പോ തട്ടിക്കളയുകയില്ല. റബ്ബ് സ്വീകരിക്കും, ഉറപ്പാണ്. അല്ലാഹു കബൂൽ ചെയ്യും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അത് റബ്ബിന്റെ മുമ്പിലേക്കാ ഉയരേണ്ടത്. പക്ഷെ ഇന്ന് ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞ് ഖബറാളികളോട് സങ്കടം പറയുന്ന, വിഷമം പറയുന്ന, ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. എത്ര ക്ലിപ്പുകളാണ് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കാണുന്നത്? സിയാറത്തിന് പോകുന്ന മനുഷ്യരുടെ മുന്നിൽ ഒരു പണ്ഡിതൻ നിന്നിട്ട് പറയാണ്, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയത് കണ്ടിട്ട്. ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയാ, ഉപ്പാപ്പാ, ഞങ്ങൾ കുറെ പേരുണ്ട്, ഇനിയും കുറെ ആള് വരാനുണ്ട്. ആരോടായി പറയുന്നത്? ഞങ്ങൾ കുറെ പേരുണ്ട്, ഇനിയും കുറെ ആളുകൾ വരാനുണ്ട്. കുറെ സങ്കടങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നാളെ പരലോകത്തെത്തുമ്പോ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ ഉപ്പാപ്പ. നിങ്ങൾ പോയതുപോലെ ഞങ്ങൾ ഇനി ഖബറിലേക്ക് വരുമ്പോ ഞങ്ങൾക്ക് സമാധാനം നൽകണേ ഉപ്പാപ്പ. ഇപ്പൊ ഞങ്ങൾ താൽക്കാലികമായി പോവുകയാണ് ഉപ്പാപ്പ. അപ്പൊ ആളുകൾ ഇങ്ങനെ ആമീൻ പറയാ. ഞാൻ ചോദിക്കട്ടെ, ഇത് ഖബറാളിയോടുള്ള ചോദ്യവും പ്രാർത്ഥനയൊന്നും അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഖബറാളിയോടുള്ള ദുആ? എന്റെ ഉപ്പാക്ക് സുഖമില്ല, എന്റെ ഉമ്മാക്ക് സുഖമില്ല, മക്കളുടെ കാര്യത്തിൽ വിഷമത്തിലാണ്, പ്രയാസത്തിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ ഉപ്പാപ്പ എന്ന് പറയുന്നത്, ഈ ഖബറാളിക്ക് മുന്നിൽ ചെന്ന് കരഞ്ഞു പറയുന്നത് ദുആ അല്ലെങ്കിൽ പിന്നെ ഏതാണ് ലോകത്ത് ദുആ? ഇതിനെന്താണ് ഈ ദുആ എന്ന് പറഞ്ഞാൽ? എന്നിട്ട് സാധാരണക്കാരായ ആളുകൾ പറയുന്നു അത് പ്രാർത്ഥിച്ചതല്ല, ഞങ്ങളുടെ സങ്കടം അവിടെ പറഞ്ഞതാണ്. വേറൊരു പണ്ഡിതൻ പറയാണ്, നഊദു ബില്ലാഹ്, അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഒരു പണ്ഡിതനെ കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ പ്രസംഗത്തിൽ പറയാണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ പോയപ്പോ അദ്ദേഹം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്നാണ് ഖബറിലേക്ക് കയറിയപ്പോ പറഞ്ഞത്. ശ്മശാനത്തിലേക്ക് കയറിയപ്പോ ഞങ്ങളെല്ലാവരും ഖബറാളിക്ക് സലാം പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഇന്ന പണ്ഡിതൻ, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളൊക്കെ യൂട്യൂബ് തുറന്നാൽ കിട്ടുന്നതാണ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നിട്ട് അയാൾ പറഞ്ഞു, സാരല്ല, അതൊന്നും പ്രശ്നമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഉസ്താദിനോട്, അല്ല ഉസ്താദ് എന്താ നിങ്ങൾ പറയണത്? അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, നമ്മളിങ്ങോട്ട് കയറുമ്പോ ഖബർ കിടക്കുന്ന ഷെയ്ഖിനോട് സലാം പറഞ്ഞു, സലാം മടക്കിയതാ. ഖബറിന് ഇങ്ങോട്ട് സലാം പറഞ്ഞു, ഷെയ്ഖ് സലാം മടക്കി.
എന്നിട്ടോ പിന്നെന്താ സാരല്ല കുഴപ്പമില്ല കുറച്ചുള്ളൂ എന്ന് പറയുന്നത് എന്താ, ചെറിയൊരു ചാറൽ മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ. അപ്പൊ ഖബറിന്ന് ഉസ്താദിനോട് ചോദിക്കാൻ എത്ര ഖബറാളി, ഉസ്താദേ നനഞ്ഞില്ലേ, ചാറൽ മഴ ഉണ്ടില്ലേ? അപ്പോ അതിന് ഉത്തരം പറയാണ്, അതൊന്നും സാരല്ല, ഞങ്ങൾ സിയാറത്തിന് വന്നതല്ലേ. അപ്പൊ പിന്നെ എന്താണ് ഈ മരണം എന്ന് പറഞ്ഞാൽ? ഒക്കെ ചോദിച്ചറിയാണ്. ഒരു ചെറിയ ചാറൽ മഴ കൊണ്ട് ചെന്നപ്പോ ഖബറാളി ഇങ്ങോട്ട് പറയാ, ഉസ്താദേ നനഞ്ഞില്ലേ, മഴ ഉണ്ടില്ലേ? ഇതൊക്കെ ഖബറിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ അയാളെ ഖബറിൽ കിടത്തുന്നത്? എണീപ്പിച്ച് കൊണ്ടുവരണ്ടേ പുറത്തേക്ക്? വേണ്ടേ? ഇത് ചിന്തിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്, ആലോചിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് ആ ഖബറിൽ? നന്നായി അറിവ് നേടിയ CM എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെ, മാനസിക നില തെറ്റിയിട്ടാണ് ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയത്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അസുഖം ബാധിച്ചു മരിച്ചു. ആ CM ഖബറിൽ കിടന്ന് എല്ലാം ഞാൻ വിശദീകരിക്കണില്ല. ഫ്ലൈറ്റ് പോകുന്നത് നിയന്ത്രിക്കുന്നു, ട്രെയിനിനെ നിയന്ത്രിക്കുന്നു, ബസ് നിയന്ത്രിക്കുന്നു, വാഹനങ്ങൾ നിയന്ത്രിക്കുന്നു, റോഡിൽ കൂട്ടിമുട്ടലുകളില്ലാതെ അപകടത്തെ നിയന്ത്രിക്കുന്നു. ആര്? ഇത് പബ്ലിക്കായി പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യല്ലേ എന്ന് പറയാൻ, അരുത് എന്ന് പറയാൻ എത്ര പേർ തയ്യാറായി? പിന്നെന്താണ് ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം? ഇതിലെ കടന്നു പോകുന്ന ബസ്സില് കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടാവും, അത് അവരുടെ വിശ്വാസം, അവർക്ക് വെക്കാം. യേശു ക്രിസ്തുവിന്റെ സാങ്കല്പിക ഫോട്ടോ ഉണ്ടാകും, ഒറിജിനൽ ഫോട്ടോ ഒന്നും ആരുടെ കയ്യിലില്ല, ഒരു സാങ്കല്പിക ഫോട്ടോ ആണ്. കന്യാമറിയമിന്റെ സാങ്കല്പിക ഫോട്ടോ ഉണ്ടാകും. അവിടെ മുസ്ലിങ്ങളുടെ പേരിൽ ഒരു നബിയുടെ ഫോട്ടോ വെക്കാറുണ്ടോ? ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപമൊക്കെ ഹദീസിൽ വന്നിട്ടില്ലേ? അവിടുത്തെ മുടിയെക്കുറിച്ച്, അവിടുത്തെ ഭംഗിയെക്കുറിച്ച്, അവിടെ ശരീരത്തിന്റെ ആകാരത്തെ കുറിച്ച് ഒക്കെ ഹദീസിൽ വന്നിട്ടില്ലേ? ആരെങ്കിലും വരച്ചുണ്ടാക്കിയോ? നമുക്കത് പാടില്ല. അതുകൊണ്ട് ഒരു കഅബന്റെ ഫോട്ടോ, ഒരു പള്ളിയുടെ മിനാരത്തിന്റെ ഫോട്ടോ വെക്കും. ഒരു ഐക്യത്തിന് വേണ്ടി ബസ്സിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ 3 ചിഹ്നം? രണ്ടിലും രൂപങ്ങളായിരിക്കും. ഏതെങ്കിലും ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു അവരുടെ അർത്ഥത്തിലുള്ള ഒരു ഈശ്വര വിശ്വാസ പ്രകാരമുള്ള രൂപം, കന്യാമറിയമോ യേശു ക്രിസ്തുവോ സാങ്കല്പിക ഒരു ഫോട്ടോ. ഇപ്പുറത്തൊരു പള്ളിയുടെ കുബ്ബയായിരിക്കും, പള്ളിയുടെ മിനാരമായിരിക്കും. എന്തുകൊണ്ട്? അതുണ്ടാക്കുന്ന ആളുകൾക്ക് പോലും അറിയാം ഒരു ഇസ്ലാമിക വിശ്വാസ പ്രകാരമാണ് രൂപം പണിയാൻ പാടില്ല എന്ന്. അതിന്റെ നിർമ്മാണ കച്ചവടക്കാർക്കറിയാം. പക്ഷേ മുസ്ലിങ്ങളെ, നമ്മൾ രൂപം വരച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്നു മുസ്ലിം ഉമ്മത്തിനോട്, ഖബറിൽ കിടക്കുന്ന അയാള് ഈ എല്ലാം നിയന്ത്രിക്കുന്നു, എല്ലാം കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോ നമ്മുടെ വിശ്വാസം എന്താണ്? എന്തൊരു വിശ്വാസമാണ് പിന്നെ നമ്മൾ ഇവിടുത്തെ ഹൈന്ദവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇവിടുത്തെ ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇവിടെ വ്യത്യസ്തമായ രൂപങ്ങളിലും ഭാവങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിൽ എന്തൊരു ഏകദൈവ വിശ്വാസമാണ് നമുക്ക് വ്യക്തമാക്കി കൊടുക്കാനുള്ളത്? അതുകൊണ്ട് ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനമെത്തുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാ പറഞ്ഞത്. മുസ്ലിങ്ങളെ എന്നല്ല, മുഅ്മിനീങ്ങളെ എന്നല്ല. യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. تركليرا 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ 21-22 വചനം. മനുഷ്യരെ എന്ന് വിളിച്ചതല്ല. ഇതെന്താ പറഞ്ഞത്? നിങ്ങളെയും, കണ്ടോ, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പൊ എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധാവായി. അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാവരും വിട്ടു. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് 60 മുഴം നീളമുള്ള ആദമിന്റെ രൂപത്തിന് ജീവൻ നൽകി എഴുന്നേൽപ്പിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനല്ലാഹ്. എത്ര നമ്മളെ വാപ്പാന്റെ വലിപ്പം? 60 മുഴം. ഒരു മുഴം തന്നെ എത്ര? 1.5 അടിയാ. അപ്പൊ 60 മുഴം തന്നെ എത്ര? ഒരു മുഴം എന്ന് പറഞ്ഞാൽ 1.5 ഫീറ്റാ. അപ്പൊ 60 മുഴം എന്ന് പറഞ്ഞാൽ 90 ഫീറ്റ്. ഒരു 9 നില കെട്ടിടത്തിന്റെ വലിപ്പം ഉണ്ടായിരുന്നു നമ്മുടെ വാപ്പ, അല്ലേ? അവിടെ മുതൽ ഇന്ന് നിലകൊള്ളുന്ന നമ്മൾ വരെയുള്ള ഈ മനുഷ്യലോകം, ഇനിയും വരാനിരിക്കുന്നവർ, ഈ സർവ്വ മനുഷ്യരുടെയും രക്ഷിതാവായ സൃഷ്ടാവായ ലോകത്തിന്റെ രക്ഷിതാവ് പറയാ, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം.
അവൻ നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നു, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നു, ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട അളവിൽ വെള്ളത്തെ ഇറക്കി തന്നു, പലതും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നു. എന്നിട്ട് ഈ റബ്ബ് ഈ അനുഗ്രഹങ്ങളെ പറഞ്ഞിട്ട് മനുഷ്യരോട് പറയാ, അതുകൊണ്ടാണ് അഫാർ എന്നത്, നിങ്ങൾ അല്ലാഹുവിന് പകരക്കാരെ നിശ്ചയിക്കരുത്, വെക്കരുത്. നിങ്ങൾ അറിഞ്ഞ്, നിങ്ങൾ ഈ വിഷയത്തിൽ അറിവുള്ളവരായിരിക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് വെള്ളമിറക്കിത്തുന്നത് റബ്ബാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഇവിടെ മുളപ്പിച്ചത്, ഇവിടെ ഉൽപ്പാദിപ്പിച്ചത് റബ്ബാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? എങ്കിൽ എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ പകരക്കാരെ വെക്കല്ലേ, റബ്ബിന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കല്ലേ. മുസ്ലിങ്ങളെ, നമുക്ക് ആർക്കെങ്കിലും വല്ല റോളുണ്ടോ? ആകാശത്തിന്റെ മേലാപ്പിൽ ഉരുണ്ടുകൂടിയ കാർമേഘത്തിൽ നിന്ന് കൊല്ലത്തെ ഈ പ്രദേശത്തേക്ക് വേണ്ട വെള്ളത്തെ ഇറക്കാൻ കാറ്റടച്ച് മേഘങ്ങളെ തള്ളി നീക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി മഴ പെയ്യിപ്പിച്ച ലോകത്തിന്റെ രക്ഷിതാവിന്റെ സംവിധാനത്തിൽ നമുക്ക് വല്ല റോളുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആ ചോദ്യത്തിന്റെ ഒരു ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം, അല്ല നോക്കൂ, നിങ്ങൾ ഈ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കിയത് നിങ്ങളാണോ അതല്ല നാമാണോ? ഇത്ര ക്ലിയർ ആയിട്ടുള്ള ചോദിച്ചത്. നമുക്ക് വല്ല റോളുണ്ടോ അതിൽ? നമുക്ക് വല്ല പങ്കുണ്ടോ? ഇത് തന്ന റബ്ബ് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-22 ആയത്തിൽ മനുഷ്യനെ ചിന്തിപ്പിച്ചു. മനുഷ്യന്റെ ഹൃദയത്തെ, ചിന്താമണ്ഡലത്തെ അവന് ആലോചനാ നിമഗ്നനാക്കി മാറ്റാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷെ മനുഷ്യരെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അപ്പോ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഈ ഖബർ സന്ദർശനം എന്തിനു വേണ്ടിയാണോ നമുക്കത് നിശ്ചയിച്ചു തന്നത് അതിനെ മറന്ന്, ഇപ്പോ ഞാൻ മലപ്പുറം ജില്ലക്കാരാണ്. തിരൂരിലെ യാഹൂത്തങ്ങളുടെ നേർച്ച കഴിഞ്ഞു. അവിടെ ആനക്ക് മതമിളകി ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു. തൃശ്ശൂരിലെ ചേറ്റുവ നേർച്ചക്ക് 4-5 വർഷം മുമ്പ് അവിടുത്തെ നേർച്ച പറമ്പിൽ ഒരു മനുഷ്യനെ ആന ആ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്ത് കൊന്നുകളഞ്ഞു. ഇതൊക്കെ മുസ്ലിങ്ങളുടെ നേർച്ചയുടെ പേരിലാണ്. മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഉത്സവം നമുക്കുണ്ടോ? നമുക്ക് 2 ആഘോഷങ്ങളാണ് ഇസ്ലാം അനുവദിച്ചു തന്നത്. ഒന്ന് ഈദുൽ ഫിത്ർ, ഒന്ന് ഈദുൽ അദ്ഹ. ബലി പെരുന്നാളും നമ്മൾ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന നോമ്പോടനുബന്ധിച്ചിട്ടുള്ള പെരുന്നാളും. ഇത് 2 ആഘോഷങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ നമ്മുടെ മകനെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിൽ ആളുകൾ ചേർക്കാം. ആഘോഷങ്ങളായി നമുക്ക് 2 ആഘോഷം. പക്ഷേ എത്ര ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ ആ മുത്തുനബി തങ്ങളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് കരങ്ങൾ വിറക്കുന്ന സമയത്ത്, അങ്ങനെ മരണത്തിന്റെ വെപ്രാളത്തിൽ ഇരിക്കുന്ന സമയത്ത് ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന വാക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? എന്നെ കേൾക്കുന്ന ഈ പ്രദേശത്തെ മുസ്ലിങ്ങളെ നിങ്ങൾ ചോദിച്ചു നോക്കൂ പണ്ഡിതന്മാരോട്. അവിടെ വെച്ച് പോലും മുത്തുനബി പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? ഐഷ ബീവി പറയാ, അവിടുത്തെ ചുണ്ടുകൾ ഇങ്ങനെ ഇളകുകയാണ്. ലോകത്തുനിന്ന് വിട പറയാനുള്ള അവസാന ഘട്ടമായിരിക്കുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഈ മരണത്തിന്റെ സമയത്തൊക്കെ, വഫാത്തിന്റെ സമയത്തൊക്കെ ഒന്നുകൂടി ഗൗരവമുള്ള കാര്യമാണ് വീണ്ടും ആവർത്തിച്ചു പറയുക. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹനെ വിളിക്കുക. കാലിങ്ങനെ ചുരുട്ടുന്നു, കാല് നിവർത്തുന്നു. മരണത്തിന്റെ ആ വെപ്രാളത്തിലേക്ക്, അവസാന സമയത്തിലേക്ക് നീങ്ങുകയാണ്. ആ വല്ലാത്ത അവസ്ഥയിൽ നിലകൊള്ളുന്ന നേരത്ത് തൊട്ട് മുമ്പായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലോകത്തിലെ ക്രൈസ്തവരെ കുറിച്ച്, ജൂതന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. റബ്ബിന്റെ ശാപം ജൂതന്മാർക്ക് ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞു. ലഅനത്തുല്ലാ എന്ന പ്രയോഗം കാണാം, ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു എന്ന പ്രയോഗം കാണാം, റബ്ബിന്റെ ശാപമുണ്ട് എന്ന പ്രയോഗം കാണാം. എന്താ കാരണം? അലൽ യഹൂദി വന്നസ്വാറ, ഇവരുടെ മേൽ റബ്ബിന്റെ ശാപമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അംബിയാക്കന്മാരുടെ ഖബറുകളെ, ഒരു യഹൂദന്, ഒരു നസാറ വിഭാഗത്തിൽപ്പെട്ടവന് ഒരു നബിയുടെ ഖബറ് കിട്ടിയാൽ അത് ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ സെമിത്തേരിയിൽ പോയി നോക്ക് നിങ്ങൾ, അത് അവരുടെ ഇഷ്ടാണ്, നമുക്കതിനെ എതിർക്കാൻ അവകാശമില്ല. പക്ഷേ അവരുടെ സെമിത്തേരിയിൽ കുരിശ് നാട്ടി, മാർബിൾ പതിച്ച്, ടൈൽസ് ഒട്ടിച്ച് ഖബറുകൾ മനോഹരമാക്കി വെക്കും.
അപ്പൊ അവർക്കൊരു നബിയുടെ, അവരുടെ വിശ്വാസപ്രകാരമുള്ള ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു ഏർപ്പാട് യഹൂദികളുടെയും നസ്വാറാക്കളുടെയും ഏർപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ അത് ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എപ്പോ? ലോകത്തുനിന്ന് വഫാത്താകുന്ന അന്ന്. കാരണം എന്ത് പറഞ്ഞു? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ, നബിമാരുടെ ഖബറുകളെ. ഞാൻ ഇങ്ങനെ കൂടി യാത്ര ചെയ്ത് വരുമ്പോ താജ്മഹൽ രൂപത്തിൽ ഒരു പള്ളി കണ്ടു പരിസരത്ത്. അപ്പൊ കൂടെയുള്ള ആളോട് ചോദിച്ചു പറഞ്ഞു, ഇവിടെയൊക്കെ ഖബറിനെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ട് ഇല്ലേ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. മുസ്ലിം ഉമ്മത്തെ എന്ത് പറ്റി നമുക്ക്? ഇത് മുസ്ലിമിന്റെ സ്വഭാവമല്ല. എന്നിട്ട് ലോകത്തുനിന്ന് വഫാത്തായി പോകുന്ന അന്ന് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്ന മാസത്തിൽ മുത്തുനബി വിറക്കുന്ന കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയാ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഐദാ. പടച്ചവനെ, എന്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത് അല്ലാഹ്. എന്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്. പടച്ചവനെ, എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. ഈ മുസ്ലിം ഉമ്മത്തിന് ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹ, ഭയപ്പാടില്ലായിരുന്നുവെങ്കിൽ എല്ലാവർക്കും കാണുന്ന വിധത്തിൽ മുത്തുനബിയുടെ ഖബർ പുറത്താക്കുമായിരുന്നു. പേടി കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. എന്ത് പേടി? എന്താ പേടി? അഡ്രസ് പോലും ഇല്ലാത്ത ആളുകളുടെ ഖബറുകൾ ഇന്ന് ആരാധനാ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് കേരളത്തിൽ, അല്ലേ? പൊന്നാനിയിലെ മുനമ്പത്തെ ബീവി അഡ്രസ് ഉണ്ടോ? കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, ചിന്തിക്കാനാണ്. അഡ്രസ് പോലില്ല. നമ്മളാരും പറഞ്ഞതല്ല. അത് അവരുടെ പുകഴ്ത്തി പറയുന്ന, ബീവിയെ പുകഴ്ത്തി പാടുന്ന, മദ്ഹ് ചെല്ലുന്ന അവരുടെ വരികളിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഊരറിയില്ല, പേരറിയില്ല എന്നതിൽ പറഞ്ഞ്, ഊര് പേര് അറിയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നാടേതാന്നറിയില്ല, പേരെന്താന്നറിയില്ല. പിന്നെ കടലിൽ നിന്ന് കിട്ടിയ ഒരു മയ്യത്താണ്, കുപ്പായത്തിന്റെ കൈ ഇത്ര നീളം ഉണ്ടായിരുന്നു, അത് ഊഹിച്ചതാണ്. അപ്പൊ ഒരു മുസ്ലിമത്താവാൻ സാധ്യതയുണ്ട്. കണ്ടോ? ഊരറിയില്ല, പേരറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഊരും പേരറിയില്ല എന്ന് പറഞ്ഞാൽ ഊരറിയില്ല, നാടറിയില്ല, പേരറിയില്ല. പിന്നെ എങ്ങനെ ഈ ഒരു സ്ത്രീയുടെ മയ്യത്ത് അത് ഒരു വലിയ ബീവിയുടെ ഖബറാക്കി മാറ്റിയത് എങ്ങനെയാണ്? അതെല്ലാവരും കൂടി ഖബറടക്കാൻ തീരുമാനിക്കുമ്പോ കഥയിൽ പറയുന്ന എന്താ അറിയോ? അപ്പോഴേക്കും മയ്യത്ത് അങ്ങോട്ട് തന്നെ പോയി, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് തന്നെ വരും. അതാണ് ഈ തിരമാല. അത് അതിന്റെ കറാമത്തായി കൂട്ടി, അല്ലേ? ഞാനിത് ചിന്തിക്കാൻ വേണ്ടിട്ടാ പറയുന്നത്. എന്നിട്ട് അത് ഖബറിൽ വെച്ചു. മീറ്റിംഗ് കൂടി പേരിട്ടു ഫാത്തിമത്തു സുഹ്റാൻ. എന്നാൽ ഈ പേരിടുന്നതിന് മുമ്പ് രചിച്ച വരികളിൽ പറഞ്ഞതോ പേരറിയില്ല, ഊരറിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറെങ്ങാനും പുറത്തായിരുന്നുവെങ്കിൽ എന്തൊക്കെയായിരിക്കും മുസ്ലിം ഉമ്മത്ത് ചെയ്തു കൂട്ടുക? അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ, എത്ര വലിയ സൗദി രാജാക്കന്മാരുടെ മരണം നടന്നപ്പോ അവരുടെ ഖബറുകൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു പോയാൽ നമുക്കറിയോ ഇതിലേതാ രാജാവിന്റെ ഖബർ, ഇതേ സൗദിയിലെ സാധാരണ ഒരു ജോലിക്കാരന്റെ ഖബർ, ഒരു കമ്പനിയിലെ സെർവന്റിന്റെ ഖബർ? അറിയില്ല. അതാ ഇസ്ലാം. ഖബറിൽ ഒരു പ്രത്യേകതയാക്കലില്ല. ഇവിടെ നേരത്തെ അനസ്വലാഹി സൂചിപ്പിച്ചിട്ടുണ്ടാവാം, വദ്ദിനെ കുറിച്ചും സുവാഇനെ കുറിച്ചും യഊഖിനെ കുറിച്ചുമൊക്കെ അവർക്ക് വലിയ മഹത്തുക്കളായിരുന്നു, വലിയ മഹാരഥന്മാരായിരുന്നു. അവരുടെ ഖബറുകൾ ഇവർ മരിച്ചു പോകുമ്പോ അവരെ ഓർക്കാൻ വേണ്ടി, ഭാവിയിൽ വരുന്ന അടുത്ത തലമുറക്ക്, പേരമക്കൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഖബറിൽ അടയാളം വെച്ചു. അടയാളം പൊട്ടി വീഴുമ്പോ ഒന്നുകൂടി പുതുക്കി പതുക്കെ പതുക്കെ ഖബർ പ്രിയപ്പെട്ടവരെ മറ്റുള്ള ഖബറിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രൂപമായി. പിന്നീട് പതുക്കെ പതുക്കെ ഖബറാളികളോട് തന്നെ, ആ മഹത്തുക്കളോട് തന്നെ സങ്കടം പറയുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാരും പറയോ? മഹാരഥന്മാരുടെ കഥ പറയും. പക്ഷേ ശിർക്ക് കടന്നു വന്ന വഴി പറയാറുണ്ടോ? ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഇവിടെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച, അവിടുന്ന് പറഞ്ഞ ചില ഹദീസുകളാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. ആ പ്രവാചകന്റെ ഖബർ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അറയിലാണ്. ഹുജുറാത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യമാരുടെ അറകളിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലാണ് മുത്തുനബിയുടെ ഖബർ ഉള്ളത്. കണ്ടതാരാ? നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പോ മക്കയിലേക്ക്, മദീനയിലേക്ക് പോകുന്ന ആളുകൾ, ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ഉംറയുടെ ഭാഗമല്ലെങ്കിലും അങ്ങോട്ട് പോകാറുണ്ട്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ പരിസരത്ത് പോയി സലാം പറയാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ്, നമ്മളൊക്കെ ചെയ്യേണ്ടതുമാണ്. പക്ഷേ ആർക്കെങ്കിലും കാണാൻ പറ്റിയ നിലയിലാണോ? ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നു. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല, അത് പറഞ്ഞു വറുഫിഅ ഖബറുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബ്ർ, ഒരു ചാണോളം. ഒരു ചാണ് എന്ന് പോലും ഉറപ്പിച്ചു പറഞ്ഞില്ല, ഏകദേശം ഒരു ചാണ്. ആരുടെ ഖബർ? ആരുടെ ഖബർ? നിങ്ങളുടെ കൂടെ ഇല്ലേ? ആരുടെ ഖബർ? മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും ഏകദേശം ഒരു ചാണോളം മാത്രമേ ഉയർന്നിട്ടുള്ളൂ എന്ന് കണ്ട സ്വഹാബികൾ പറയുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്കൊക്കെ പോകുന്ന സ്ത്രീകൾ പറയും, ഞങ്ങൾ പോയപ്പോ നബിയുടെ ഖബർ കണ്ടു, ഇന്ന സ്ഥലത്തുള്ളതുപോലെ, ഇന്ന മക്ബറ കെട്ടിപ്പൊക്കിയതുപോലെ, ഭീമാ ഉമ്മാച്ചയുടെ ഖബർ പോലെ, കടുവാപ്പള്ളി ജാറം പോലെ, കുഞ്ഞിപ്പള്ളി ജാറം പോലെ, അങ്ങ് ചേറ്റുവ നേർച്ച നടക്കുന്ന സ്ഥലത്ത് ഖബർ പോലെ ഇല്ല സുഹൃത്തുക്കളെ. ഏർവാട് അജ്മീർ പോലെ ഇല്ല, നമുക്ക് കാണാൻ പറ്റിയ നിലയിലല്ല. അതുകൊണ്ട് ആരോ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുകയാണ്. ദാ ഇതിൽ നോക്കിക്കോ എന്ന് പറയും, നോക്കും, ഒരു കർട്ടനാണ് കാണുക, അതിനുള്ളിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ചുമരുണ്ട്. അന്ന് ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ചുമരായിരുന്നു റൂം, അങ്ങനെയാണ് മറച്ചിരുന്നത്. അതെല്ലാം ദ്രവിച്ചു പോയപ്പോ നമ്മളൊക്കെ സാധാരണ റൂം കെട്ടുന്ന കല്ല് പോലെ ആ റൂം കെട്ടിയിട്ടുണ്ട്. ആ റൂമിനുള്ളിൽ സാധാരണ ഖബറാണ്. കണ്ട സ്വഹാബികൾ പറയാ, റുഫിഅ ഖബറുഹു, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബ്ർ, ഏകദേശം ഒരു ചാണോളം. ഇത് കിതാബിൽ കിടക്കുമ്പോ, ഇത് പ്രമാണത്തിൽ കിടക്കുമ്പോ, അത് മുസ്ലിം ഉമ്മത്തിന് സാധാരണക്കാർക്ക് അറിയാതെ പോകുന്നു. അപ്പൊ ഖബർ സിയാറത്ത് എന്തിന്? അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? അങ്ങനെ ഉത്സവമോ ആഘോഷമോ ഈ അർത്ഥത്തിലുള്ള സംവിധാനങ്ങളോ ദീനീ രംഗത്തില്ല എന്ന് രണ്ടു വശങ്ങളും നമ്മൾ അറിയണം. ഒന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ളതെന്ത്? സിയാറത്തുണ്ട്. ഒന്നില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ആ ഖബറിന്റെ അടുത്ത് പോയി നമുക്ക് ഖബറാളികൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് ഖബർ സിയാറത്ത് ചെയ്യാം. അത് നാടിന്റെ പരിസരത്തുള്ള ഖബർസ്ഥാനിൽ പോയാൽ മതി. 3 പള്ളികളിലേക്ക് നമുക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്രയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന മദ്ഹബിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പിന്തുടർന്നു വരുന്ന ആ മദ്ഹബുകളിൽ അവിടുത്തെ